ഹേ ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂർ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കണ്ണൂർക്കാരുടെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ വേണ്ടിക്ക് പറയാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കണ്ണൂർ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 6 അണി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരീൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് പച്ചരിയാണെങ്കിൽ ഏലും നേരെ പകുതി അളവിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരി ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഏകദേശം 3-4 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെള്ളം ഊറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങയും ചെറിയതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ജീരകില്ലേ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പച്ചരിക്ക ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നേരെ പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ അരിയും ഇതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റായിട്ട് ഏലക്ക ഇല്ലേ, ഏലക്ക മുതുമൻ ഏലക്ക ഒരു 3-4 എണ്ണം നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരക്കുമ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടാണ് അരക്കുന്നത്. ഞാനിത് 2 ബാച്ചായിട്ട് അരക്കുന്നതുകൊണ്ട് 1/2 കപ്പ് വീതം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരി അരക്കുന്ന ടൈം തന്നെ നമ്മൾ ശർക്കര മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. നമ്മൾ അരിയിലേക്ക് നമ്മൾ ചൂടോടെ തന്നെ ശർക്കര ചേർത്തിട്ട് നമുക്ക് മിക്സ് ആക്കേണ്ടത് കേട്ടോ. അപ്പം സെയിം ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിയെല്ലാം 2 ബാച്ചായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ശർക്കരയില്ലേ, മെൽട്ടായ ശർക്കര നമ്മൾ ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചൂട് തണിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പച്ചരിക്ക ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 3 ആണി ശർക്കരയില്ലേ അത് 1/2 കപ്പ് വെള്ളത്തിൽ മെൽട്ടാക്കാൻ വെക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ ചോറും അതുപോലെ തന്നെ 2 സ്പൂൺ തേങ്ങ അങ്ങനെയല്ല എന്നിട്ട് ചേർത്തെടുക്കേണ്ടത്. അരക്കുന്ന ടൈം അരി അരക്കുമ്പോൾ അങ്ങനെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ 2 കപ്പ് പച്ചരിക്ക ആയതുകൊണ്ട് തന്നെ 6 ആണി ശർക്കരയാണ് കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമ്മൾ അരിയെല്ലാം നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഓയിലും അതുപോലെ തന്നെ ഗീയും മിക്സ് ആക്കിയിട്ട് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഉള്ളിയില്ലേ, ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഉള്ളി നമുക്ക് ഗോൾഡൻ കളറായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ആ ഒരു ടൈം ലാസ്റ്റായിട്ട് നമ്മൾ കുക്കറിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് കുറച്ച് മുന്നേ നമുക്ക് ഇതിലേക്ക് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരത്തെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ബാറ്ററില്ലേ, നമ്മൾ കൽത്തപ്പത്തിൻ്റെ ബാറ്ററി ഒരുപാട് ടൈം മിക്സ് ചെയ്ത് വെക്കുകയും വേണ്ട. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ അരിയും ശർക്കരയിലും മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് നമ്മളെ ഉള്ളി ഗോൾഡൻ കളറായാലും പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പക്കാരം ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലോണം സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കുക്കറിലേക്ക് നമ്മൾ ബാറ്ററിൽ ഒഴിച്ചിട്ട് അതിൻ്റെ വിസിലൊന്ന് ഊരി മാറ്റിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അതിൽ വേറെ പാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കൽത്തപ്പം റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് സാധാരണ നോർമൽ ഉള്ളിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തില്ലേ അത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളി കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസോ വ്ളോഗിലായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.